പാർട്ടിയിൽ തെറ്റുതിരുത്തൽ അനിവാര്യമെന്ന CPM ജനറൽ സെക്രട്ടറി എ ബേബി. പാർട്ടിയിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ അനിവാര്യമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ചർച്ചകളിലേക്ക് കടക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി എ ബേബി. പാർട്ടി എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അഭിപ്രായം. തെറ്റുതിരുത്തൽ പ്രക്രിയ തുടരേണ്ടതുണ്ടെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPMലെ ചില മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസ് ചേരിയിൽ സ്ഥാനാർത്ഥികളായത് തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് ഉടൻ കടക്കേണ്ടതുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി നടപടികളുണ്ടാകും. സുധാകരനും PK ശശിയും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടി വിട്ട് എതിർചേരിയിൽ സ്ഥാനാർത്ഥികളായത് ഒരു തരത്തിലുള്ള വെല്ലുവിളിയുമല്ല. സുധാകരൻ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ വലിയ തകർച്ചയാണ് കാണിക്കുന്നത്. തൊഴിലാളികളടക്കം വിശ്വസിച്ച ജനസഞ്ചയത്തോട് കാട്ടുന്ന വിശ്വാസമില്ലായ്മയല്ലേ ഇത്? മുൻപ് കണ്ണൂരിൽ MV രാഘവനും പാട്ടിം രാജനും, ആലപ്പുഴയിൽ KR ഗൗരിയമ്മ അടക്കമുള്ള വലിയ നേതാക്കൾ പാർട്ടി വിട്ടപ്പോഴും പ്രതിസന്ധി നേരിട്ടെങ്കിലും പാർട്ടി കാര്യമായി ബാധിച്ചില്ല. അവസാന കാലത്ത് ഇവരെല്ലാം പാർട്ടിയുടെ ഭാഗമായിരുന്നുവെന്ന കാര്യം ഇപ്പോൾ വിട്ടുപോയവർ ഓർത്താൽ നന്ന്. പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവർ വിട്ടുപോകുമ്പോൾ പാർട്ടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും ബേബി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് സുധാകരൻ രംഗത്തുണ്ട്. തൻ്റെ സ്വാതന്ത്ര്യം പിണറായിക്ക് മുന്നിൽ അടിയറ വെക്കാനില്ലെന്ന് സുധാകരൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ കേരളത്തെ നരക കേരളമാക്കി മാറ്റിയെന്ന് അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി സുധാകരൻ. താൻ കോൺഗ്രസ് BJP പിന്തുണയിൽ മത്സരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ BJP പിന്തുണ താൻ തേടിയിട്ടില്ല. കോൺഗ്രസ് പിന്തുണ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. BJP മതേതര പ്രസ്ഥാനമല്ല. കേരളത്തിൽ പിണറായി വിജയനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഒറ്റ MPയെ മാത്രം. 64 CPM MPമാർ ഉണ്ടായിരുന്ന കാലത്ത് നിന്നും CPM MPമാരുടെ എണ്ണം 6ലേക്ക് ഒതുങ്ങി. പിണറായി വിജയൻ അതിൽ വലിയ പങ്കുണ്ട്. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ ഉറങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. പിണറായി വിജയൻ കേരളത്തിൽ കോൺഗ്രസിനെതിരെ അനാവശ്യമായ ആക്ഷേപം ഉന്നയിക്കുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. അസഭ്യം പറയലാണ് രാഷ്ട്രീയമെന്ന് CPM നേതാക്കൾ കരുതുന്നു. സജി ചെറിയാൻ BJPയുമായി ഡീലുണ്ടാക്കി മത്സരിക്കുന്നു. പിണറായി വിജയൻ്റെ വലം കൈയാണ് സജി ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ നാട് മണൽ മാഫിയയുടെ കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നും മറച്ചു വയ്ക്കരുത്. 2 CPM സ്ഥാനാർത്ഥികൾ ഇന്ന് കോടീശ്വരന്മാരാണ്. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായെന്ന് അദ്ദേഹം ചോദിച്ചു. പിണറായിയാണ് എന്നെയൊക്കെ വളർത്തിയത് എന്ന് പറയുന്നുവെന്ന് പറഞ്ഞ സുധാകരൻ താൻ രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് അദ്ദേഹം ഒന്നുമില്ലെന്നും പറഞ്ഞു. താൻ SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അന്ന് പിണറായി ആർക്കും അറിയുക പോലുമില്ല. ആഞ്ഞു പിടിച്ചാൽ CPMന് ഇത്തവണ 1-2 സീറ്റ് കിട്ടും. തൻ്റെ സ്വാതന്ത്ര്യം പിണറായിക്ക് മുന്നിൽ അടിയറ വെക്കാൻ താനില്ല. ആലപ്പുഴ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും UDF മുന്നേറ്റമുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ രീതിയല്ല പിണറായി സർക്കാരിന്. ക്രിമിനലുകൾ വാഴുന്ന സർക്കാരാണിത്. ഈ പോരാട്ടം നാളത്തെ തലമുറയ്ക്ക് വേണ്ടി. UDFൻ്റെ 9 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും വേദിയിൽ സുധാകരൻ പ്രസംഗിച്ചു.